ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്നിലെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനം. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. പകൽ മുഴുവൻ ഈശോ ഭയങ്കര ബിസിയാണ്. ഒത്തിരി ആളുകൾ വരുന്നു, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ഒത്തിരി കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. പക്ഷേ അതിനിടയിൽ അവൻ മലമുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഏറെ സമയം അവിടെ ചെലവഴിക്കുക, പിതാവുമായിട്ട് സംഭാഷിക്കുക, പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ തിരക്കുകൾ ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒട്ടും കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. അവൻ പിതാവുമായിട്ട് സംസാരിക്കുവാനായിട്ട് സമയം കണ്ടെത്തി. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകൾ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? നിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ബാധിക്കുന്നു? തിരക്കുകൾക്കനുസരിച്ച് പ്രാർത്ഥനയെ ക്രമീകരിക്കുകയല്ല, പ്രാർത്ഥനകൾക്കനുസരിച്ച് തിരക്കുകളെ ക്രമീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം അത് ആത്യന്തികമാണ്, അത് ആഴപ്പെടണം. അതിനനുസരിച്ചാണ് നിൻ്റെ ജീവിതത്തിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും വളർച്ച. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതം മഹോന്നതമായി തീരട്ടെ. നിന്നോടുള്ള ആഴത്തിൽ, പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ട് ഈ വ്യക്തി നീ സഹായിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ.